അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ വിമാനം തകർന്നു വീണു. 100-ലധികം പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. മാളയിൽ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികൃതർ ജാഗ്രത പുലർത്തിയില്ലെന്ന് ആക്ഷേപം. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശീയപാതയിലെ ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്കും റോഡിലെ കുഴികളുടെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ചാണ് സമരം. പനി ബാധിച്ച് കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് യുവാവ് മരിച്ചു. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വീടിന്റെ മേൽക്കൂര തകർന്ന് ഓട് വീണ് 2 പേർക്ക് പരിക്കേറ്റു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ വിമാനം തകർന്നു വീണു. എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്തിൽ ജീവനക്കാരടക്കം 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൌരന്മാരും 7 പോർച്ചുഗീസ് പൌരന്മാരും 1 കനേഡിയൻ പൌരനും ഉണ്ടായിരുന്നു. 100-ലധികം പേർ മരിച്ചതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. सूरत वाला याद आ जाता है। जैसे ब्लास्ट हुआ हाँ अलर्ट अलर्ट आई जाओ, जल्दी आई जाओ। മാളയിൽ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഇന്നലെ വൈകിട്ട് വരെ സിനഗോഗിൽ സന്ദർശകരുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് TCV ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ആളുകളെ പ്രവേശിപ്പിക്കരുതെന്നും കാണിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട് മാള പഞ്ചായത്ത് അവഗണിച്ചതായും ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് യഹൂദ സിനഗോഗ്. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു സിനഗോഗാണ്. യഹൂദരുടെ ആരാധനാലയമായിരുന്ന ഈ സിനഗോഗ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നു. അതിൻ്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികളുണ്ടായിരുന്നു. ഇതിൻ്റെ ബലക്ഷയം സംബന്ധിച്ചൊക്കെ പരാതികളുണ്ടായിരുന്നു. ഈ പരാതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടായത്. ഇത് ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. സാധാരണ പകൽ സമയത്തൊക്കെ സന്ദർശകരും അടക്കമുള്ളവർ ഇവിടെ ഇതിൻ്റെ അധികൃതരടക്കമുള്ളവരൊക്കെ ഇതിനകത്തുണ്ടാകാറുണ്ടായിരുന്നു. സെക്യൂരിറ്റിക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വേറൊരു ഇതിനോട് ചേർന്നുള്ള ഒരു മുറിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇത് ബലക്ഷയം സംബന്ധിച്ച നിരവധി പരാതികളുണ്ടായിട്ടും അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മാള ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതിന്റെ ബലക്ഷയം സംബന്ധിച്ച റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരുന്നത്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായില്ല. ഇതിലേക്ക് സിനഗോഗിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കരുന്നു, അത് അപകടാവസ്ഥയിലും ആണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ലഭിച്ചൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് LSGD എഞ്ചിനീയർ ഇതിലൊരു പരിശോധന നടത്തിയത്. ഇത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും അത് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 1 വർഷം മുമ്പാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി 1 കോടിയോളം രൂപ
ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പക്ഷേ മേൽക്കൂര അപകടാവസ്ഥയിലാണ് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാതെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഇത് സംബന്ധിച്ച നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിരുന്നത്. മാളയിൽ നിന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് ഇത് സംബന്ധിച്ച് ഇതിൻ്റെ തകർച്ച സംബന്ധിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക്, ടൂറിസം വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു, പഞ്ചായത്തിനും പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പരിശോധന നടന്നത്. ആ പരിശോധനയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ്, അപകടാവസ്ഥയിലാണ് സിനഗോഗ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച പരിശോധനാ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരുന്നെങ്കിലും ഇതിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നില്ല. ഇപ്പോഴും ഇതിനകത്ത് ഈ തകർച്ചയുടെ ഈ പശ്ചാത്തലത്തിൽ പോലും ഇതിനകത്ത് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുതയാണ്. ഇത് എത്രത്തോളം അപകടാവസ്ഥ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഈ സംഭവത്തിൽ പ്രതിഷേധിക്കുക. കാരണം ഇതിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിലേക്ക് പ്രവേശനം നടത്തി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതിൽ ഒക്കെ അഴിമതിയുണ്ട് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കോൺഗ്രസിന് ഒരു പ്രതിഷേധ സമരം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയും ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാള സിനഗോഗിന്റെ തകർച്ച സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടും പഞ്ചായത്ത് നടപടിയെടുത്തില്ലെന്നും നിർമ്മാണത്തിൽ അഴിമതി നടന്നുവെന്നും ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അപകടാവസ്ഥയിലാണെന്നും പ്രവേശനം വിലക്കണമെന്നും കാണിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മാർച്ചിന് ശേഷം നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി A. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷനായി. സോയി കോലഞ്ചേരി, ജോഷി കാഞ്ഞൂത്ര, ജിയോ ജോർജ്, TV യദുകൃഷ്ണൻ, അബി പ്രസാദ്, അമ്പിളി സജീവ്, ഷേർലി ജോയ് എന്നിവർ സംസാരിച്ചു. യഹൂദ സിനഗോഗിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരായ മാള പഞ്ചായത്ത് അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K. സനൂപ് അധ്യക്ഷനായി. KK അജയ്കുമാർ, ലോജൻ അമ്പാട്ട്, ഷാജു മറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും 2000 വർഷങ്ങൾക്ക് പട്ടണത്തിലാണ് ആദ്യമായി പടിയൂർ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാർ മരിച്ചതായി വിവരം. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയെയും ഭാര്യാമാതാവിനെയും കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തിയ പ്രതി കോട്ടയം ഇത്തിത്താനം സ്വദേശി പ്രേംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് വിവരം. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യ ചെയ്തതാണോ എന്നും സംശയമുണ്ട്. ഉത്തരാഖണ്ഡ് പോലീസ് കേരള പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തി പ്രേംകുമാറിന്റെ മൃതദേഹം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ജൂൺ 4-നായിരുന്നു പടിയൂരിലെ വാടക വീട്ടിൽ കാറളം വെള്ളാനി സ്വദേശിനി കൈതവളപ്പിൽ വീട്ടിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതക ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെട്ട പ്രേംകുമാറിനെ പിടികൂടുന്നതിനായി പോലീസ് ഊർജിത ശ്രമങ്ങൾ നടത്തിവരവെയാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം പുറത്തുവന്നത്. ഇയാളുടെ പല രൂപത്തിലുള്ള ചിത്രങ്ങൾ സഹിതം ഇന്ത്യയൊട്ടാകെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 2019 കാമുകിക്കൊപ്പം ജീവിക്കാൻ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് പ്രേംകുമാർ രേഖയെ വിവാഹം കഴിച്ചത്. TCV ഇരിങ്ങാലക്കുട. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക, തകർന്ന ബദൽ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുരിങ്ങൂർ ജംഗ്ഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. NHIA ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തകർന്ന റോഡുകൾ ഉടൻ ടാറിംഗ് നടത്തുമെന്ന ഉറപ്പ് നൽകിയ ശേഷമാണ് 4 മണിക്കൂർ നീണ്ട സമരം അവസാനിച്ചത്. 50ഓളം പ്രവർത്തകരുമായാണ് കനത്ത മഴയിൽ ചളി നിറഞ്ഞ നിരത്തിൽ MLA സമരം തുടങ്ങിയത്. 1.5 മണിക്കൂറോളം ശക്തമായ മഴ അവഗണിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ തോമസ് കണ്ണത്ത്, രാജേഷ് മേനോത്ത്, ആൽബിൻ പൌലോസ്, സുനിൽ K. മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. അടിപ്പാതയിലെ ഗതാഗതക്കുരുക്കിൽ MLA ഉത്തരവാദിയാണെന്ന് ആരോപിച്ച് ബുധനാഴ്ച ചാലക്കുടിയിൽ LDF പ്രവർത്തകർ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് പനി ബാധിച്ച യുവാവ് മരിച്ചു. തച്ചിപ്പറമ്പിൽ ഗോപാലൻ മകൻ 43 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. എലിപ്പനിയാണെന്ന് സംശയിക്കുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് സുജിത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കോവിഡ് ലക്ഷണമുള്ളവരെ കർശനമായി പരിശോധിക്കണമെന്ന ഉത്തരവ് പ്രഹസനമാകുന്നു. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം പെരുകുകയാണ്. രാജ്യത്ത് തന്നെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കേരളം മുന്നിലാണെന്ന കണക്കുകൾ പുറത്തുവരുമ്പോൾ ജനം ആശങ്കയിലാണ്. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒമിക്രോൺ JN1 LF7 എന്ന വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയിട്ടുള്ളത്. തീവ്രത കുറവാണെങ്കിലും ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിലെത്തുന്നവരെ പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് മാർഗരേഖ തയ്യാറാക്കിയിരുന്നു. കോവിഡ് ലക്ഷണമുള്ളവരെ ആന്റിജൻ RT-PCR പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും ഈ ഉത്തരവ് പാലിക്കുന്നില്ലെന്ന് അനുഭവസ്ഥർ പറയുന്നു. കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായി കോവിഡ് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിലെത്തിയ തന്നെ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കിയില്ലെന്ന് പുതുരുത്തി സ്വദേശി കൃഷ്ണകുമാർ ആരോപിക്കുന്നു. 9-ാം തീയതി മെഡിക്കൽ കോളേജിൽ കോവിഡ് കോൺടാക്റ്റിനെ തുടർന്ന് എത്തി എനിക്ക് ചികിത്സ നിഷേധിച്ചു. മെഡിക്കൽ കോളേജ് കോവിഡ് ടെസ്റ്റ് ചെയ്യാനോ മരുന്ന് തരാനോ അവർ കൂട്ടാക്കിയില്ല. അതിനുശേഷം സൂപ്രണ്ടിനെ കണ്ട് പരാതിപ്പെട്ടപ്പോൾ ആണ് എന്തെങ്കിലും നടപടി എടുക്കാൻ അവർ തയ്യാറായത്. എന്നായാലും ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അവർ കൂട്ടാക്കിയിട്ടില്ല. ഒരു പാരസെറ്റമോൾ എഴുതി ORS ലായനിയുടെ പാക്കറ്റിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയാണുള്ളത്. സാധാരണക്കാരൻ്റെ അവസ്ഥ വളരെയധികം ദുഷ്കരമാണ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനംപ്രതി പെരുകുകയാണ്. കോവിഡ് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ കോവിഡ് മാർഗരേഖ വെറും പ്രഹസനം മാത്രമാവുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. മിന്നൽ ചുഴലിയിൽ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് വ്യാപക നാശനഷ്ടം. തിരുവത്ര പുത്തൻ കടപ്പുറം മദ്രസ പരിസരത്താണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഓട് വീണ് 2 പേർക്ക് പരിക്കേറ്റു. മേപ്പുറത്ത് നൌഫൽ, മകൻ സയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭാര്യയും 11 മാസം പ്രായമുള്ള കുഞ്ഞും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തെ പടിഞ്ഞാറപ്പുറയ്ക്കൽ സാദാലിയുടെ വീടിന്റെ ഓടും വിറകുപുരയുടെ ഷീറ്റും പറന്നുപോയി. മരങ്ങൾ ഒടിഞ്ഞു വീണു. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ നിലംപതിച്ചു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ ഉമ്രു റഹ്മദ്, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ രാത്രി ഒരു 1:20 സമയത്ത് ശക്തമായ കാറ്റും മഴയുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേട്ടിട്ട് ഞാൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് മേലെന്ന് ഓടുകളൊക്കെ വീണിട്ട് എൻ്റെ വൈഫും ഞാനും പിള്ളേരും കൂടെ കിടന്നിരുന്ന റൂമിൻ്റെ ഒരു സൈഡാണ് ഇന്നലെ മൊത്തത്തിൽ ഇടിഞ്ഞു വീണത്. താഴെ കിടന്നിരുന്ന ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ആ പിള്ളേരുടെ വൈഫിനെയും അവരെ സേവ് ചെയ്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള എൻ്റെ തലയിലുള്ള മുറിവ് അതാണ് ഇന്നലെ ഉണ്ടായത്. ചെക്കന് ചെറുതായിട്ട് ബാക്ക് സൈഡിൽ പരിക്കും ഓട് വീണിട്ടുള്ള പരിക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കമ്പാർട്ട്മെന്റിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോ 700 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ലഭിച്ചത്. പ്രതിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി. ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് തീവണ്ടി മാർഗം കഞ്ചാവ് വരുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും ഉച്ചയ്ക്ക് 12:30 മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന തീവണ്ടി പരിശോധിച്ചപ്പോഴാണ് ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി പിടിയിൽ. സൊസൈറ്റിയുടെ മുൻ ചെയർമാൻ മലപ്പുറം പൈനാട് സ്വദേശി സജീഷ് കുമാറിനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്ത് നിന്ന് മടങ്ങിവന്ന സജീഷിനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പിടികൂടിയത്. വൻതുക പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് 300 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സ്ഥാപനത്തിന്റെ മാനേജർ മുട്ടിത്തടി സ്വദേശിനി ജീവലതയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലയിൽ വ്യാപകമായി മഴയുണ്ട്. ഇതേസമയം കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 4 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ കോട്ടയം മുതൽ വയനാട് വരെ ഇന്ന് യെല്ലോ അലർട്ടാണ്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കൂരിക്കുഴി പഞ്ഞമ്പള്ളി മോസ്കോ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. എടവിലങ്ങ് സ്വദേശി സഫാനാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കയ്പമംഗലം പോലീസും KSEB അധികൃതരും സ്ഥലത്തെത്തി. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോര്. ഐ ഗ്രൂപ്പ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ എ ഗ്രൂപ്പിലെ ബാങ്ക് ചെയർമാൻ KD വീരമണി പുറത്തായി. 15 ഡയറക്ടർമാരുള്ള ബാങ്കിൽ ഐ വിഭാഗത്തിന് 7ഉം എ വിഭാഗത്തിന് 6ഉം മുസ്ലിം ലീഗിന് 2 അംഗങ്ങളാണുള്ളത്. ലീഗിലെ 2 അംഗങ്ങളും അവിശ്വാസത്തോടൊപ്പം നിന്നു. പെരുവലൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കാക്കശ്ശേരി സ്വദേശി അനന്തം വീട്ടിൽ 48 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് പെരുവല്ലൂർ സെന്ററിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുപോയിരുന്ന മണികണ്ഠനെ പർപ്പൂർ ഭാഗത്തുനിന്ന് വന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പടിയൂർ പഞ്ചായത്തിലെ പാപ്പാത്ത് മുറിഭാഗത്തെ ഷൺമുഖൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ജലമൊഴുക്ക് തടസ്സപ്പെട്ടു. മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പാപ്പാത്തുമുറി ചെറിയ പാലം പ്രദേശത്താണ് പ്ലാസ്റ്റിക്കും മരത്തടികളും അടക്കമുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത്. ഇതുമൂലം കനാലിലെ ജലമൊഴുക്ക് തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭ, പൂമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന മാലിന്യങ്ങളാണ് ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ പടിയൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ ചേലൂർ, പാപ്പാത്തുമുറി, തേമാലിത്തറ, പോത്താനി ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളിലെ ചണ്ടിയും കുളവാഴയും മാലിന്യങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ പടിയൂർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ജലമൊഴുക്ക് തടസ്സപ്പെട്ട വിവരം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ മേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. TCV ഇരിങ്ങാലക്കുട. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ചൂണ്ടലിലെ സിഗ്നൽ സംവിധാനം പ്രവർത്തനം നിലച്ചു. അപകടക്കെണിയൊരുക്കി ചൂണ്ടൽ ജംഗ്ഷൻ. ജംഗ്ഷനിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം ഏറെ നാളായി പ്രവർത്തിക്കുന്നില്ല. ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിയുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ്. 4 വരി പാതയിൽ ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വേണം ഗുരുവായൂർ ഭാഗത്തേക്ക് പ്രവേശിക്കാനും തിരിച്ച് പ്രധാന റോഡിലേക്ക് കയറാനും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റോഡ് മുറിച്ചു കടക്കുന്നത് ഭീതിയോടെയാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ സിഗ്നൽ പ്രവർത്തനക്ഷമമല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. CITU കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയായി EG സുരേന്ദ്രനെ തിരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂരിൽ നടന്ന ഏരിയ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. MG കിരൺ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി A. സിദ്ധാർത്ഥൻ, മുസ്താഖ് അലി, EG സുരേന്ദ്രൻ, MG കിരൺ, TS ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച വെങ്കിടങ്ങ് തോയ്ക്കാവ് സ്വദേശി മാടക്കായിൽ മുഹമ്മദിന്റെ ഭാര്യ ജസ്നയുടെയും മകൾ റൂഹി മൊഹറിന്റെയും വീട് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സന്ദർശിച്ചു. DCC സെക്രട്ടറിമാരായ CM നൌഷാദ്, KK ബാബു, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ എന്നിവരും DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ജസ്നയുടെ മകൾ റൂഹി മൊഹറിന്റെ മൃതദേഹം വ്യാഴാഴ്ച രാത്രി മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിലെ ജസ്നയുടെ വീട്ടിലെത്തിച്ചേക്കും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഹനീഫും ഒപ്പമുണ്ടാകും. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. കോൺഗ്രസ് CPM അംഗങ്ങൾ ഒത്തുകളിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കൌൺസിൽ യോഗത്തിലെടുത്ത തീരുമാനം കൌൺസിലിന്റെ അനുമതിയില്ലാതെ ഭരണസമിതി തിരുത്തി എന്നാരോപിച്ച് കോൺഗ്രസിലെ ഷാജി ആലിക്കൽ രംഗത്തെത്തി. എന്നാൽ ഫയലിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് വ്യക്തമാക്കിയതെന്നും പരാതിയുണ്ടെങ്കിൽ എഴുതിത്തരണമെന്നും ചെയർപേഴ്സൺ മറുപടി നൽകി. തുടർന്ന് കോൺഗ്രസ് കൌൺസിലർമാർ ബഹളം വെച്ചതോടെ യോഗം അവസാനിപ്പിച്ചു. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. സുരക്ഷിത ബാല്യം ഉറപ്പു നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഓരോ ബാലവേല വിരുദ്ധ ദിനവും ഓർമ്മിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ ബാലവേല ഇല്ലാതാക്കുന്നതിനുള്ള അവബോധം വളർത്തുന്നതിനും നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ലക്ഷ്യമിടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും
സംയുക്തമായി 2002 മുതലാണ് ആഗോളതലത്തിൽ ബാലവേല വിരുദ്ധ ദിനാചരണം ആരംഭിക്കുന്നത്. 5 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സുരക്ഷിത ബാല്യം ഉറപ്പു നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഓരോ ബാലവേല വിരുദ്ധ ദിനവും ഓർമ്മിപ്പിക്കുന്നത്. ജനസംഖ്യയിലെ ഏതാണ്ട് 23% കുട്ടികളാണ്. ഏറെ കരുതലോടെ വേണം ഓരോ കുരുന്നിനെയും നാം പരിപാലിക്കേണ്ടത്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ ഏറെയാണ്. പാഠപുസ്തകം കയ്യിലെടുക്കേണ്ട കുഞ്ഞുകരങ്ങൾ പണിയായുധങ്ങൾ കയ്യിലെടുക്കുന്നതാണ് ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും ദയനീയമായ കാഴ്ച. കുട്ടികളുടെ സംരക്ഷണം അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഇന്ന് പവന് ഒറ്റയടിക്ക് 640 രൂപയാണ് വർദ്ധിച്ചത്. 72,800 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 9,100 രൂപയായി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പതിയാശ്ശേരിയിൽ അപകട ഭീഷണിയുമായി ഒരു പാലം. പതിയാശ്ശേരി കട്ടൻ ബസാർ റോഡിൽ ഇലാഹിയ നഗറിൽ പെരുന്തോടിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ദിവസവും ഒട്ടനവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള പാലം അടിത്തറയിളകിയ നിലയിലാണ്. പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർബാധം ഇതുവഴി കടന്നുപോകുന്നുണ്ട്. പാലത്തിന് താഴെ ഇരു കരകളിലുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ തൂണുകൾ പൊളിഞ്ഞടർന്ന അവസ്ഥയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. പാലത്തിന്റെ അടിയിൽ കമ്പികളെല്ലാം വെളിയിൽ വരികയും ഒപ്പം തന്നെ കരിങ്കല്ലിന് മേലാണ് ഇവിടെ ഈ പാലം നിൽക്കുന്നത്. കരിങ്കല്ല് ഇളകിപ്പോവുകയും അതോടൊപ്പം തന്നെയുള്ള മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തതോടുകൂടി വലിയ ഗർത്തം തന്നെ ഇതിൻ്റെ താഴെ ഉണ്ടായിട്ടുണ്ട്. വലിയ അപകടത്തിലേക്ക് അത് നയിച്ചേക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇപ്പോൾ പാലം പണിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ ഇരുവശവും അടച്ചുകൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്ററുടെ ഇടപെടലിലൂടെ പുതിയ പാലത്തിനായി 77 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും മഴ കനത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം വൈകിയതെന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം പഞ്ചായത്ത് നിയന്ത്രിച്ചിട്ടുള്ളതാണെന്നും വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അയൂബ് പതിയാശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 1.5 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ആ പാലം അപകടാവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയമാനുസൃത ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാലം പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൽ പോകുന്ന ചില വാഹനങ്ങളോട് പറഞ്ഞു ഇന്ന ദിവസം നമ്മൾ ഇത് പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ചില വാഹനങ്ങൾ കടന്നു പോകാതെ ഇരിക്കുകയും വീണ്ടും ആ മഴ വന്നപ്പോൾ ജോലി നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മഴയുടെ ഒരു കാഠിന്യം കുറഞ്ഞ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ തുടങ്ങുക തന്നെ ചെയ്യും. പാലം പണിക്ക് മുന്നോടിയായി പെരുന്തോട്ടിൽ തടയണ കെട്ടി നീരൊഴുക്ക് തടഞ്ഞിരുന്നു. എന്നാൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതോടെ തടയണ പൊളിച്ചു നീക്കി. ആയിരക്കണക്കിന് ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന പാലം അപകടാവസ്ഥയിൽ തുടരുന്നത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ വേടിന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട വൈസ് ചാൻസലർക്ക് പരാതി. BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജാണ് VC ഡോക്ടർ P. രവീന്ദ്രന് പരാതി നൽകിയത്. വേടിന്റെ പാട്ടുകൾ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണെന്നാണ് പരാതി. BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് വേടിന്റെ പാട്ട് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയത്. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് ഉൾപ്പെടുത്തിയത്.
ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പൊറുത്തുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിനോട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. മഴ കനത്തതോടെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലാണ്. 1986 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന VJ തങ്കപ്പനാണ് കരുവന്നൂരിൽ പ്രിയദർശിനി ഹാൾ ഉദ്ഘാടനം ചെയ്തത്. പൊറുത്തുശ്ശേരി പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന ഹാൾ മേഖലയിലെ പാവപ്പെട്ടവർക്ക് ആശ്രയ കേന്ദ്രമായിരുന്നു. തുച്ഛമായ വാടകയ്ക്ക് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഈ ഹാളിൽ നടത്തിയിരുന്നു. പൊറുത്തുശ്ശേരി പഞ്ചായത്ത് നഗരസഭയിൽ ലയിച്ചതോടെ ഹാളും ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭാഗമായി. ഇതോടെ ഹാളിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ നഗരസഭ പിന്നോട്ടുപോയി. നഗരസഭയുടെ പൊറുത്തുശ്ശേരി മേഖലയിലെ പല പ്രധാന യോഗങ്ങളും നടക്കുന്നത് ഈ ഹാളിലാണ്. അംഗൻവാടി അടക്കം പ്രവർത്തിക്കുന്നുമുണ്ട്. നഗരസഭയുടെ വയോജനമിത്രം പദ്ധതിയും ഇവിടെ നടത്തുന്നു. എന്നാൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യത്തിൽ നഗരസഭ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് മേഖലയിലെ കൗൺസിലർ TK ഷാജു പറഞ്ഞു. ഈ കമ്മ്യൂണിറ്റി ഹാള് വളരെ ഉപകാരമാണ് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് പാവപ്പെട്ട വിഭാഗങ്ങൾക്ക്. തുച്ഛമായ നിസ്സാരമായ തുകയ്ക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് കണ്ടമാനം വിവാഹം അതുപോലെ മറ്റു പാർട്ടികളടക്കം ഇവിടെ നടന്നിരുന്ന സ്ഥലമാണ്. ഇന്ന് ഹാളിൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം വരെ 3 ലക്ഷം രൂപ ഫണ്ട് മാറ്റി വെച്ച് അവിടെ മെയിൻ്റനൻസ് നടത്തിയെന്ന് പറയുന്നത്. ഹാള് മുഴുവനും വെള്ളമാണ്. ഈ ഹാളിനകത്താണ് ഇപ്പോൾ അംഗനവാടി കേടായപ്പോൾ പോലും അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹാള് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ വർഷം 3 ലക്ഷം രൂപ ചെലവഴിച്ച് നഗരസഭ ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണി നടത്തിയ പല ഭാഗങ്ങളും മഴ ആരംഭിച്ചതോടെ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. കൂടാതെ ഭക്ഷണശാലയിലെ സീലിംഗുകൾ അടർന്ന നിലയിലാണെന്നും കൗൺസിലർ ചൂണ്ടിക്കാണിക്കുന്നു. TCV ഇരിങ്ങാലക്കുട. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് കൊടകര കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര പച്ചക്കറി യജ്ഞം തുടങ്ങി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ജയനാനത്താര, JLG ഗ്രൂപ്പ് അംഗങ്ങളായ റോസ്ലി പാപ്പച്ചൻ, സുമാ തിലകൻ, പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന ഹൈസ്കൂൾ അക്കാദമിക് കലണ്ടർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അശാസ്ത്രീയവും അപ്രായോഗികവുമായ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഈ പരിഷ്കാരം പിൻവലിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികൾക്ക് KPSTA നേതൃത്വം നൽകുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് PC പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. 5 മണ്ഡലങ്ങളിലെ BLA വാർഡ് പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ് എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. BLA ജില്ലാ കോർഡിനേറ്റർ KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. BLA സ്റ്റേറ്റ് ട്രെയിനർ KB അനിൽകുമാർ ക്ലാസ് എടുത്തു. DCC ജനറൽ സെക്രട്ടറിമാരായ CC ബാബുരാജ്, KF ഡൊമിനിക്, പഞ്ചായത്ത് രാജ് ജില്ലാ സെക്രട്ടറി CJ ജോഷി, എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനെതിരെയായിരുന്നു പ്രതിഷേധം. കാട്ടക്കാമ്പൽ മൾട്ടി പർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പിലും CPM പ്രതിഷേധിച്ചു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, PM സുരേഷ്, MB പ്രവീൺ, PG ജയപ്രകാശ്, സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കളിക്കാരനും പരിശീലകനുമായി ഇന്ത്യൻ ഫുട്ബോളിൽ അരനൂറ്റാണ്ടിലേറെ നിറഞ്ഞുനിന്ന TK ചാത്തുണ്ണിയുടെ വേർപാടിന് 1 വർഷം. കഴിഞ്ഞ ജൂൺ 12-നായിരുന്നു ചാലക്കുടിക്കാരുടെ സ്വന്തം ചാത്തുണ്ണിയേട്ടൻ കാൽപന്തുകളിയില്ലാത്ത ലോകത്തേക്ക് മടങ്ങിയത്. പട്ടാള ടീമിലും വാസ്കോ ഗോവ, ഓർക്കെ മിൽസ് ബോംബെ തുടങ്ങിയ ക്ലബ്ബുകളിലും സന്തോഷ് ട്രോഫിയിൽ സർവീസസ്, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാന ടീമിലും കളിക്കാരനായിരുന്ന ചാത്തുണ്ണി 2 വട്ടം കേരള ടീമിന്റെ പരിശീലകനായി. 1979-ൽ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി കോച്ചായി. കേരള പോലീസ് ആദ്യമായി ഫെഡറേഷൻ കപ്പ് നേടിയ 1990-ൽ അദ്ദേഹമായിരുന്നു പരിശീലകൻ. രാജ്യത്തെ പ്രധാന ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു. IM വിജയനും VP സത്യനും ജോപോൾ അഞ്ചേരി മുതൽ ഗോവയുടെ ബ്രൂണോ കുട്ടീഞ്ഞോ വരെ നീളുന്ന വിപുലമായ ശിഷ്യസമ്പത്തിന്റെ ഉടമയാണ്. ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ എന്നാൽ ഭ്രാന്തായിരുന്നു ചാലക്കുടിക്കാരൻ തുമ്പുരുത്തി കണ്ടുണ്ണിയുടെ മകൻ ചാത്തുണ്ണിക്ക്. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പന്തിന് പിന്നാലെ പായുന്ന ചാത്തുണ്ണി എന്ന ബാലൻ 1950-കളിൽ വേറിട്ട കളിയുടെ കാഴ്ചയൊരുക്കി. പഠനത്തിന് ശേഷം സൈന്യത്തിൽ ചേർന്നു.
അധികം വൈകാതെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള വിവിധ ടീമുകൾക്കായി ബൂട്ടണിഞ്ഞു. കളിക്കളത്തിലെ കരുത്തുറ്റ പിൻനിരക്കാരനായി ചാത്തുണിക്ക് ദേശീയ മത്സരങ്ങളിലേക്ക് ഓടിക്കയറാൻ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. ചാത്തുണ്ണി ഭാര്യ സ്വർണലതയുടെ ഓർമ്മകളിൽ ഇപ്പോഴും വിസിൽ മുഴക്കം. ആളെപ്പോഴും എല്ലാവരോടും അന്യന്മാരായാലും അവരോട് ഭയങ്കര അടുപ്പാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും കൂടണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ്. എപ്പോഴായാലും ഒറ്റയ്ക്ക് അങ്ങനെ വേണ്ട, എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും അവരെ വിളിക്കണം എന്നിട്ട് വീട്ടിൽ ഒത്തുകൂടണം. അങ്ങനെ ഭാര്യ മക്കളായാലും അന്യന്മാരായാലും എല്ലാവരും അത്രയ്ക്ക് കൂടപിടിച്ച പെങ്ങന്മാരൊക്കെ അത്രയ്ക്ക് ജീവനായിരുന്നു. ഫുട്ബോളിൽ മാത്രമല്ല ചാലക്കുടിയുടെ തന്നെ കാരണവരായിരുന്നു ചാത്തുണ്ണിയേട്ടൻ. നമുക്കറിയാം, പഴയകാല കളിക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചാത്തുണ്ണി സാർ എന്ന കളിക്കാരൻ എല്ലാ ഗാലറികളിലും ആളുകൾ ആകർഷിച്ച വലിയൊരു കളിക്കാരനായിരുന്നു. ഭൂരിഭാഗം ശിഷ്യന്മാരും അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് കളിയിലേക്ക് ഇറങ്ങുന്നത് കൺകണ്ട ദൈവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയിലാണ്. അവിടുന്ന് ഒത്തിരി അയ്യമ്പിജയനെ തുടങ്ങി ഒത്തിരിയേറെ വലിയ വലിയ കളിക്കാരെ കണ്ടെത്തിയ ഒരു കോച്ചാണ്. അതിനുശേഷം കേരള പോലീസിനെ ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്യിച്ചതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ചരിത്രമായിട്ടുള്ള ഒരു കോച്ചായി മാറുകയായിരുന്നു. ഒരു മലയാളി കോച്ച് ഇന്ത്യയിലെ പല സ്റ്റേഡിയങ്ങളിലും ആരവം ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചാത്തുണ്ണി സാറാണ്. TCV ന്യൂസ്, ചാലക്കുടി. തിരുവല്ലാമല കാട്ടുകുളം പൂതനക്കര റോഡിൽ വാഹനയാത്രികർക്ക് ഭീഷണിയായി വൻകുഴികൾ. കഴിഞ്ഞ ദിവസം ക്വാറി മിശ്രിതം ഉപയോഗിച്ച് കുഴി അടക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കല്ലുകൾ റോഡിൽ ചിതറിക്കിടക്കുകയാണ്. ശരിയായ രീതിയിൽ കുഴികൾ അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് വടക്കാഞ്ചേരി റേഞ്ചും മച്ചാട് ഗവൺമെന്റ് സ്കൂളും സംയുക്തമായി മാരത്തോൺ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CV മധു ദീപശിഖ വിദ്യാർത്ഥികൾക്ക് കൈമാറി മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA നജീബ അധ്യക്ഷത വഹിച്ചു. സീനിയർ അധ്യാപിക KM മിനി, സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ P ജോസഫ്, AS മിഥുൻ, PP ഫൗസിയ എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് തോമസ് ഫെറോന പള്ളിയിൽ വയോജനങ്ങൾക്കായി പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. ഫെറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ്, ട്രസ്റ്റിമാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, സ്റ്റീഫൻ PA, ജോൺസൺ C തോമസ് എന്നിവർ സംസാരിച്ചു. ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കർമ്മ പരിപാടികളാണ് നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. വെങ്കടങ്ങ് പഞ്ചായത്തിനെയും ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ മഴക്കാല രോഗ പ്രതിരോധ ആയുർവേദ ക്യാമ്പ് നടത്തി. പാടൂർ അലിമുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, പഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ, മെഡിക്കൽ ഓഫീസർ EK ഗംഗാദേവി തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലം എത്തിയതോടെ മലയോര മേഖലയിലെങ്ങും തേക്കുമരങ്ങൾ പൂത്തു. നെറുകയിൽ പൂക്കളേന്തി കാറ്റിൽ ഉലഞ്ഞാടുന്ന തേക്കുമരങ്ങൾ വഴിയോര കാഴ്ചകളിൽ നിറയുകയാണ്. അധികമാരും ശ്രദ്ധിക്കാത്തതാണ് മഴക്കാലത്തെ ഈ മനോഹര കാഴ്ച. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് തേക്ക് പുഷ്പിക്കുന്നത്. ഗ്രാമകാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന തേക്കിൻ പൂക്കൾക്ക് ക്രീം കലർന്ന വെളുപ്പു നിറമാണുള്ളത്. നേരിയ സുഗന്ധവും ഇവയ്ക്കുണ്ട്. തേക്കുമരത്തിന്റെ ശാഖകളിൽ 80 സെന്റിമീറ്ററോളം നീളത്തിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. മാസങ്ങളോളം വാടാതെ നിൽക്കുന്നവയാണ് തേക്കിൻ പൂങ്കുലകൾ. ഒക്ടോബർ മാസമാകുന്നതോടെ ഈ പൂക്കളിൽ ഉണ്ടാകുന്ന കായ്കൾ വിളഞ്ഞ് പാകമാകും. തേക്കിൻ പൂക്കളിൽ നിന്നെടുക്കുന്ന എണ്ണ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. മുടിയുടെ വളർച്ചയ്ക്കും ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ഔഷധമായും തേക്കിൻ പൂക്കൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു. തേക്കുമരത്തിന്റെ തൊലിയും വിത്തുകളും വിവിധ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചിരുന്നു. നേരത്തെ വനം വകുപ്പിന്റെ തോട്ടങ്ങളിലും അപൂർവം ചില സ്വകാര്യ പറമ്പുകളിലും മാത്രമായി വളർന്നിരുന്ന തേക്കുമരങ്ങൾ ഇപ്പോൾ നാടെങ്ങും വ്യാപിച്ചിട്ടുണ്ട്. സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തേക്കിൻ തൈകൾ വിതരണം ചെയ്തു തുടങ്ങിയതോടെയാണ് നാട്ടിൻപുറങ്ങളിൽ തേക്കുമരങ്ങൾ വ്യാപകമായത്. പുതിയ വീടുകളിൽ സ്റ്റീല് കൊണ്ടുള്ള വാതിലുകളും ജനലുകളും പ്രചാരത്തിലായതോടെ തേക്കിൻ തടികൾക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും തേക്കുമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. TCV ന്യൂസ്, കൊടകര.
കയ്പമംഗലം കൂരിക്കുഴിയിൽ പെരുന്നാൾ പൊലിവ് അയൽപ്പക്ക സംഗമം നടത്തി. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ PM സൈനുൽ ആബിദീൻ, കൺവീനർ കെ സക്കറിയ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. അഫ്ര കയ്യടി പോരട്ടാ. നാട്യകല തൃശിവ പേരൂരിന്റെ ബാനറിൽ നിർമ്മിച്ച മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. MU ഉണ്ണികൃഷ്ണൻ, PK രാജു, സന്തോഷ് കോലടി, VG സുമ എന്നിവർ സന്നിഹിതരായിരുന്നു. നന്ദൻസ് അയ്യന്തോൾ ഗാനരചനയും സംവിധാനവും, ശ്രീജു MV സംഗീതവും ആലാപനവും, ബെൻസി പൂങ്കുന്നം ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചു. സർക്കാരിന്റെ അധ്യാപക ദ്രോഹ നടപടിയിൽ KPSTA പ്രതിഷേധിച്ചു. 6ാം പ്രവൃത്തി ദിനത്തിൽ കുട്ടികളെ കണക്കെടുക്കുമ്പോൾ ആധാർ നിർബന്ധമാക്കിയ സർക്കാർ നടപടി അധ്യാപക ദ്രോഹമാണെന്നും പിൻവലിക്കണമെന്നും KPSTA ഉപജില്ലാ യോഗം ആവശ്യപ്പെട്ടു. ഒട്ടേറെ കുട്ടികൾ ആധാറിന് അപേക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ നമ്പർ കിട്ടിയിട്ടില്ല. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് സർക്കാർ ആധാർ നിർബന്ധമാക്കിയതെന്ന് അധ്യാപക നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TU ജെയ്സൺ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷനായി. ജിൽസൺ തോമസ്, CF ജെയ്സൺ, KL സോഫി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച PP യേശുദാസിന് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായാണ് ആദരം സംഘടിപ്പിച്ചത്. സ്വീകരണ സമ്മേളനം കോൺഗ്രസ് നേതാവ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് SAA ആസാദ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡേവിഡ് സ്റ്റീഫൻ, DCC സെക്രട്ടറി NR സതീശൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. അംഗൻവാടി നമ്പർ 111 ഹെൽപ്പർ ജയ, 108 ഹെൽപ്പർ കൌസല്യ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കുടക്കുഴി അംഗൻവാടിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, ബ്ലോക്ക് മെമ്പർ KK മണി, ICDS സൂപ്പർവൈസർ ലീജ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ ഗ്രാമം വോളി ഗ്രാമം കൂട്ടായ്മയും ശാമകാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് നടത്തിയ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ മൊയ്തി നൈന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ പ്രഫുല്ലചന്ദ്രൻ അധ്യക്ഷനായി. പ്രൊഫസർ VK സരസ്വതി, സംഘാടക സമിതി കൺവീനർ അൻവർ ശാമകാല, സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജി പരമേശ്വരൻ, പ്രധാനാധ്യാപകൻ M രാജേഷ് എന്നിവർ സംസാരിച്ചു. യുവസമൂഹത്തിന് വലിയൊരു സംഭാവനകൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. കാരമുക്ക് SNGHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മപ്പൂക്കൾ 88ന്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി മിഷനുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി നീർക്കുമിളകൾ എന്ന ഏകപാത്ര നാടകം പ്രിവന്റീവ് എക്സൈസ് ഓഫീസർ ജിതിൻ അവതരിപ്പിച്ചു. VG ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയന്തി, പ്രിൻസിപ്പൽ പ്രീത, മാനേജർ പ്രദീപ്, ഡോക്ടർ സജീഷ് വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെ പരിസ്ഥിതി വാരാഘോഷം നടന്നു. പഴയന്നൂർ വില്ലേജ് ഓഫീസർ PM രജനി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. AKPA ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി പഴയന്നൂർ വടക്കേത്ര വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചു. മച്ചാട് സെന്റ് ആനീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ജോജു എടത്തിരുത്തി പറഞ്ഞു. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 10 ദിവ്യബലിക്ക് വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പള്ളിയുടെ ഹാർമണി ഹാളിൽ ഊട്ടുനേർച്ച ആശീർവാദവും വിതരണവും നടക്കും.
പാവറട്ടി പഞ്ചായത്ത് സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം ജില്ലാ കോർഡിനേറ്റർ സനീഷ് തൃശൂർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് പി എ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. വി വി സന്തോഷ്, ജിഷ സജീവ്, സ്മിത സുബ്രഹ്മണ്യൻ, എൻ സി ഹരിദാസ് എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,154 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ വിമാനം തകർന്നു വീണു. 100-ലധികം പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. മാളയിൽ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് TCB റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികൃതർ ജാഗ്രത പുലർത്തിയില്ലെന്ന് ആക്ഷേപം. പടിയൂരിൽ അമ്മയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശീയപാതയിലെ ചെളിയിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ച് MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കം, റോഡിലെ കുഴികളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം. പനി ബാധിച്ച് കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് യുവാവ് മരിച്ചു. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വീടിന്റെ മേൽക്കൂര തകർന്ന് ഓട് വീണ് 2 പേർക്ക് പരിക്കേറ്റു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.